continue with the second part of the same chapter, Quest for the Theory of Everything by Stephen Hawking. Hawking admired her optimism and their friendship developed slowly. After a while, the two began to realize in Jane's words that together we could make something worthwhile. For Stephen, that made all the difference. He applied for a research fellowship at Caius, one of the colleges in Cambridge University. ഹോക്കിംഗ് അഡ്മയർഡ് ഹെർ ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം. ഏത് പ്രതിസന്ധിയും ഏത് ആപത്തും എന്തിലേക്കുള്ളതാണ്? എന്തോ ഒരു വലിയ നന്മയിലേക്കുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എപ്പോഴും നല്ലതായിരിക്കും, അതിൻ്റെ റിസൾട്ട് എപ്പോഴും പോസിറ്റീവായിരിക്കും. ആ പോസിറ്റീവ് തിങ്കിങ്ങിനാണ് ഓപ്റ്റിമിസം എന്ന് പറയുന്നത്, അല്ലെ ശുഭാപ്തി വിശ്വാസം. അതിൻ്റെ ഓപ്പോസിറ്റ് പെസിമിസം. ആൻഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് സ്ലോലി. അങ്ങനെ അവരുടെ സൗഹൃദവും കുറച്ചും കൂടെ വളർന്നുകൊണ്ടേയിരുന്നു. ആഫ്റ്റർ എ വൈൽ ദ ടു ബിഗാൻ ടു റിയലൈസ്. അവർ തിരിച്ചറിഞ്ഞു ഏത്? ദറ്റ് ടുഗദർ വി കുഡ് മേക്ക് സംതിങ് വർത്ത് വൈൽ. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാൽ നമുക്ക് നല്ല കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാം. കുറച്ചെങ്കിലും, ഇനി എത്രയാണോ ആയുസുള്ളത് അതിന് മുന്നേ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാം. ഫോർ സ്റ്റീഫൻ ദാറ്റ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. ആ ഒരു വിശ്വാസം, ആ ഒരു വാക്കുകൾ ശരിക്കും ഇദ്ദേഹത്തിന് വളരെ ഒരു മോട്ടിവേഷനായിരുന്നു, വളരെ ഒരു ഇൻസ്പിറേഷനായിട്ട് ഫീൽ ചെയ്തു. കാരണം എന്താണ്? എന്ത് ചെയ്യാനും ഒരാൾ കൂട്ടത്തിലുണ്ട്, എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ, എനിക്കൊരു താങ്ങായിട്ട് തണലായിട്ട് ഒരാൾ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്ത ശരിക്കും ഓൾ ദ ഡിഫറൻസ് അയാളെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഫേമസ് ആക്കിയതിൻ്റെ പിന്നിലുള്ള ആ ഒരു ശക്തി ജെയിൻ വൈൽഡാണ്. He applied for a research fellowship at Caius, one of the colleges in Cambridge University. അദ്ദേഹം പിന്നെ ചെയ്ത കയസ് എന്ന് പറയുന്ന കോളേജിൽ, അത് കയസ് എന്ന് പ്രൊനൗൺസ് ചെയ്യാം, കീസ് എന്നും പ്രൊനൗൺസ് ചെയ്യാം, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കോളേജാണ്. ഇൻ 1965, at the age of 23, ഹോക്കിംഗ് റിസീവ്ഡ് ഹീസ് ഫെലോഷിപ്പ്. കണ്ടോ, വളരെ കുറച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ, അല്ല പെൺകുട്ടി പറഞ്ഞതുപോലെ തന്നെ ടുഗദർ വി കുഡ് മേക്ക് സംതിങ് വർത്ത് വൈൽ. തീർച്ചയായിട്ടും ഉണ്ടാക്കാം, സംഭവിക്കാം, ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വളരെ പെട്ടെന്നാണ് ഫെലോഷിപ്പ്. കാരണം അദ്ദേഹം ഈ കുട്ടിയുടെ സഹായത്തോടുകൂടി പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ആൻഡ് ദ ജൂലൈ ഓഫ് ദ സെയിം ഇയർ ഹി ആൻഡ് ജെയിൻ വെർ മാരീഡ്. അവരുടെ വിവാഹവും ആ വർഷം തന്നെ കഴിഞ്ഞു. പീപ്പിൾ ഹൂ റിമെമ്പർ ഹോക്കിംഗ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഇൻ ദ ലേറ്റ് 1960 റീകോൾ ഹിം മേക്കിംഗ് ഹിസ് വേ അറൗണ്ട് ദ കോറിഡോർസ് വിത്ത് എ കെയിൻ, supporting himself against the wall. He spoke with what sounded like slight speech impediment. 1960 അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, ഓർമ്മിക്കുന്ന ഇങ്ങനെയാണ്. 60s ഇദ്ദേഹം കോറിഡോർ എന്ന് പറഞ്ഞാൽ ഇടനാഴിക. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ ഇടനാഴികളിൽ കൂടെ ഇദ്ദേഹം സഞ്ചരിച്ചിരുന്നത്, നടന്നിരുന്നത് ഒരു വാക്കിംഗ് സ്റ്റിക്കിൻ്റെ, ഒരു കെയിൻ്റെ സഹായത്തോടു കൂടി ഒരു ഭാഗം ഭിത്തിയിലേക്ക് താങ്ങിക്കൊണ്ട് ഒരു കെയിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം അതിൽ മൂവ് ചെയ്തിരുന്നത്. തന്നെയുമല്ല, സ്പീച്ച് ഇമ്പഡിമെൻറ്റ്, സംസാരിക്കാൻ ബുദ്ധിമുട്ട്. ഇമ്പഡിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഓബ്സ്റ്റക്കിൾ, തടസ്സം. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവനായിട്ടും അവർ ഓർമ്മിക്കുന്നു. ബട്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും മോർ ദാൻ ദാറ്റ് ദേ റിമെമ്പർ ഹിസ് ബ്രാഷ്നെസ് ഇൻ സെഷൻസ് ഇൻവോൾവിംഗ് സം ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഡിസ്റ്റിങ്ക്വിഷ്ഡ് സയൻറ്റിസ്റ്റ്. വൈൽ അതർ യങ് റിസർച്ചേഴ്സ് കെപ്റ്റ് എ റെവറൻഷ്യൽ സൈലൻസ്, Hawking daringly asked unexpected and penetrating question. He clearly knew what he was talking about. His reputation as a genius, another Einstein began then. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രോത്ത് നോക്കിക്കേ, വളർച്ച നോക്കിക്കേ. സ്പീച്ച് ഇമ്പഡിമെൻ്റ് ഉണ്ട്, ഇദ്ദേഹത്തിന് മൂവ്മെൻറ്റിന് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബട്ട് മോർ ദാൻ ദാറ്റ് ദേ റിമെമ്പർ, പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്ന, ഓർമ്മിക്കുന്ന ഇങ്ങനെയാണ്. ഹീസ് ബ്രാഷ്നെസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താണ്, തൻ്റെ ഇടം, ആ ചുറുചുറുക്ക്. ഇൻ സെഷൻസ് ഇൻവോൾവിങ് സം ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഡിസ്റ്റിങ്ക്വിഷ്ഡ് സയൻറ്റിസ്റ്റ്. അപ്പം ഇദ്ദേഹം, ഞാൻ പറഞ്ഞു, റിസർച്ച് സ്കോളറാണ്, PhD ട്രൈ ചെയ്യുന്ന ആളല്ലേ, അല്ലെ പഠിക്കുന്ന ആളല്ലേ. അപ്പോൾ അതിന് റിസർച്ച് സ്കോളർ. അപ്പം അദ്ദേഹം അങ്ങനെ വാക്കിങ്ങിന് അല്ലെങ്കിൽ വാക്കിങ്ങിന് ബുദ്ധിമുട്ടുണ്ട്, സ്പീക്കിങ്ങിന് ബുദ്ധിമുട്ടുണ്ട്. ഇതൊന്നും അദ്ദേഹത്തിന് ഒരു തടസ്സമല്ല. കാരണം എന്താ? അതിലും വലിയ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ വരുന്നത്. ഒരു ബ്രാഷ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു തൻ്റെ ഇടത്തോടു കൂടി താൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ ആരുടെ മുന്നിലും തുറന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം. ഇൻ സെഷൻസ് ഇൻവോൾവിങ് സം ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഡിസ്റ്റിങ്ക്വിഷ്ഡ് സയൻറ്റിസ്റ്റ്, ലോകത്തെ പ്രമുഖരായിട്ട് അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരുടെ മുമ്പിൽ അവിടെ പോയി ഇരുന്ന് അയ്യോ എന്നെ കൊണ്ടൊന്നും വയ്യാത്തവനാണേ എന്നുള്ള രീതിയിൽ അവിടെ എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുകയല്ല ചെയ്തത്. പകരം ചോദിക്കാനുള്ള കാര്യങ്ങൾ വളരെ തൻ്റെ ഇടത്തോടുകൂടി തൻ്റെ സംശയങ്ങൾക്ക് മറുപടി കിട്ടണം. ഉറച്ച
ആൻസർ അല്ലെങ്കിൽ കൃത്യമായ ആൻസർ. അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഫിസിക്സും മാത്തമാറ്റിക്സും എടുത്തത് തന്നെ. While other young researchers kept a reverential silence, Hawking daringly asked unexpected and penetrating question. അപ്പോൾ സ്പേസിനെ കുറിച്ചും അല്ലെങ്കിൽ ടൈമിനെ കുറിച്ചൊക്കെ ഇദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ അതർ യങ് റിസർച്ചേഴ്സ്, മറ്റുള്ള റിസർച്ച് സ്കോളേഴ്സൊക്കെ എങ്ങനെയാണ് വളരെ സൈലൻ്റായിട്ട്, ബഹുമാനപുരസരമുള്ള സൈലൻസ്, കാരണം വളരെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് വേദി നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരോടൊക്കെ മുമ്പിൽ ചോദ്യം ചോദിക്കാൻ മറ്റുള്ളവരങ്ങനെ അനങ്ങാതിരിക്കുമ്പം വളരെ ഹോക്കിങ്സ് എങ്ങനെ ചോദിച്ചത്? അൺഎക്സ്പെക്റ്റഡ് ആൻഡ് പെനിട്രേറ്റിംഗ്. എന്താണോ ചോദിക്കേണ്ടത്, അവിടെ പെനിട്രേറ്റ് ചെയ്യുക എന്നുള്ള വേർഡ് മീനിങ് തുളച്ചു കയറുന്നതെന്നാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ആ ചോദിക്കേണ്ട ചോദ്യം വളരെ കൃത്യതയും വളരെ വ്യക്തതയുമുള്ള ചോദ്യങ്ങളാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സംശയങ്ങളെല്ലാം അങ്ങനെയുള്ളതായിരുന്നു. അല്ലാതെ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയല്ല ഇദ്ദേഹം ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് അദ്ദേഹത്തിന് അറിയേണ്ട കാര്യങ്ങൾ അദ്ദേഹം ആരുടെ മുന്നിലും ചോദിക്കാൻ മടിച്ചില്ല. പെനിട്രേറ്റിംഗ് ക്വസ്റ്റ്യൻ. ഹി ക്ലിയർലി ന്യൂ വാട്ട് ഹി വാസ് ടോക്കിംഗ് അബൌട്ട്. അദ്ദേഹത്തിന് എന്താണ് സംശയങ്ങളെന്ന് വ്യക്തമായിട്ട്, സംശയത്തിന് വ്യക്തതയുണ്ട്, അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളും വ്യക്തമായിരിക്കണം. ഹിസ് റെപ്യൂട്ടേഷൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു റെപ്യൂട്ടേഷൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രാഗൽഭ്യം ആസ് എ ജീനിയസ് അനദർ ഐൻസ്റ്റീൻ ബിഗാൻ ദെൻ. ആളുകളുടെ ഇടയിൽ സംസാരമായി എന്ത്, എ ജീനിയസ്, വെറും ജീനിയസ് അല്ല, അനദർ ഐൻസ്റ്റീൻ, ദാ മറ്റൊരു ഐൻസ്റ്റീൻ വരുന്നു ഉണ്ടോ. അപ്പോൾ ഐൻസ്റ്റീന് ശേഷം മറ്റൊരു ഐൻസ്റ്റീൻ എന്നുള്ളൊരു പേരാണ് ഇദ്ദേഹത്തിന് ആ യൂണിവേഴ്സിറ്റിയിൽ വീണ് കിട്ടിയിരുന്നത്. In 1980, a practical need for funds launched him into a new enterprise that was to have far-reaching impact on Hawking and others all over the world. He thought of writing a book about universe, about the most interesting questions that had made him want to study cosmology and quantum theory. Where did the universe come from? Is the universe infinite and does it have any boundaries? Will it come to an end? If so, how? Is there a complete theory of universe and everything in it? Is there a beginning of time? Could time run back? The book begins by rewinding the great theories of the cosmos from Newton to Einstein. He wrote the book to make science understandable to non-scientists. നോക്കൂ, ഒരു യങ് റിസർച്ചർ അല്ലെങ്കിൽ ഒരു PhD സ്കോളർ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നോക്കൂ. 80 എ പ്രാക്ടിക്കൽ നീഡ് ഫോർ ഫണ്ട്സ് ലോഞ്ച് ഹിം ഇൻ എ ന്യൂ എൻ്റർപ്രൈസ് ദാറ്റ് വാസ് ടു ഹാവ് എ ഫാർ റീച്ചിങ് ഇമ്പാക്റ്റ് ഓൺ ദ ഹോക്കിങ്സ് ആൻഡ് അതേഴ്സ് ഓൾ ഓവർ ദ വേൾഡ് ഉണ്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എന്തോ ഒരു ഫണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പുതിയ സംരംഭം, എൻ്റർപ്രൈസിന് പുതിയ സംരംഭം, പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് അദ്ദേഹം വിചാരിക്കുന്നതിനും അപ്പുറത്തേക്കായിരുന്നു. ഹി തോട്ട് ഓഫ് റൈറ്റിംഗ് എ ബുക്ക് അബൌട്ട് യൂണിവേഴ്സ്, about the most interesting questions that had made him want to study about cosmology എന്ന് പറഞ്ഞ സ്റ്റഡി ഓൺ യൂണിവേഴ്സ് ആണ്, ആൻഡ് ക്വാണ്ടം തിയറി, ആൻഡ് വേർ ഡിഡ് ദ യൂണിവേഴ്സ് കം ഫ്രം. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കൂ. എവിടെ നിന്നാണ് ഈ പ്രപഞ്ചം തന്നെ, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി എങ്ങനെ? ഈസ് ദ യൂണിവേഴ്സ് ഇൻഫിനൈറ്റ്, ഇതിനൊരു അവസാനം ഉണ്ടോ അതോ ഇല്ലയോ? ഡസ് ഇറ്റ് ഹാവ് എനി ബൗണ്ടറി, ഇനി ഇതിന് ഏതെങ്കിലും അതിരുണ്ടോ? വിൽ ഇറ്റ് കം ടു ആൻ എൻഡ്, ഇതിനെ അവസാനിക്കുമോ? ഇഫ് സോ ഹൗ, ആണെങ്കിൽ എങ്ങനെ? ഈസ് ദർ എ കംപ്ലീറ്റ് തിയറി ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രഹസ്യങ്ങളും ഈ ക്വാണ്ടം തിയറി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, അങ്ങനെ ഒരു തിയറി ഉണ്ടോ? ഈസ് ദർ എ കംപ്ലീറ്റ് തിയറി? ഈസ് ദർ എ ബിഗിനിങ് ഓഫ് ടൈം, ഈ സമയത്തിൻ്റെ ഉത്ഭവം, ആരംഭം എവിടെ? കുഡ് ടൈം റൺ ബാക്ക്, ഇത് തിരിച്ച് നമുക്ക് ഇതിലേക്ക് മടങ്ങിപ്പോകാൻ ഒക്കുമോ? ദ ബുക്ക് ബിഗാൻ ബൈ റിവൈൻഡിങ് ദ ഗ്രേറ്റ് തിയറീസ് ഓഫ് കോസ്മോസ് ഫ്രം ന്യൂട്ടൺ ടു ഐൻസ്റ്റീൻ. ന്യൂട്ടൺ തൊട്ട് ഐൻസ്റ്റീൻ വരെയുള്ളവരുടെ തിയറികളിലുള്ള ഗ്രാഹ്യം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇദ്ദേഹം പഠിച്ചതിന് ശേഷമാണ് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഈ ബുക്കിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം. ഹി റോട്ട് ദ ബുക്ക് ടു മേക്ക് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു നോൺ സയൻറ്റിസ്റ്റ്. അപ്പോൾ സയൻസ് അല്ലെങ്കിൽ ഈ തിയറീസ്, ഈ യൂണിവേഴ്സിനെ കുറിച്ചുള്ള ഇങ്ങനത്തെ പ്രപഞ്ച സത്യങ്ങൾ, രഹസ്യങ്ങൾ സയൻസ് പഠിച്ചവർക്കല്ല, നോൺ സയൻസ് അല്ലാത്തവർക്ക് പോലും മനസ്സിലാകത്തക്ക രീതിയിൽ സിമ്പിളായിട്ടാണ് അത് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. He completed the first draft in 1984.
While the revision process was going on, he made a trip to Switzerland. There he was down with pneumonia and was left on a life support system. Doctors gave a choice as to whether a tracheotomy operation, which would remove his windpipe, should be conducted or not. It might save his life, but afterwards he would never again able to speak or make any vocal sound. With grave misgivings, Jane consented. അപ്പോൾ ജെയിൻ എപ്പോഴും ഉണ്ട് കൂട്ടത്തില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ സയൻസിലുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സ്കോളർഷിപ്പിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാനുള്ള ആ ആഗ്രഹത്തിൻ്റെ മുന്നിൽ അവളും ഒപ്പം തന്നെ കൂട്ടായിട്ട് നിൽക്കുകയാണ്. ഹി കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഇൻ 1984. അപ്പോൾ ഈ ബുക്കിനെക്കുറിച്ചുള്ള യൂണിവേഴ്സിനെക്കുറിച്ചുള്ള ക്വാണ്ടം തിയറിയെക്കുറിച്ചുള്ള ഇതിനെല്ലാം കണികാ സിദ്ധാന്തത്തിനാണ് ഈ ക്വാണ്ടം തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഈ പുസ്തകങ്ങൾ അദ്ദേഹം ഇറക്കിയതിൻ്റെ പിന്നിലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യ പ്രതിക്കാണ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അത് 1984. അപ്പോൾ 80-ലാണ് ഇത് തുടങ്ങിയത്, 84 അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. കാരണം ഒരു യൂണിവേഴ്സിനെ കുറിച്ചുള്ളൊരു ബുക്ക് എന്ന് പറയുമ്പോൾ അത് 4 വർഷം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയമാണ്. കാരണം അതിനകത്ത് കുറച്ച് എല്ലാ കാര്യവും ഒരു സംഭവം പോലും വിട്ടുപോകാതെ മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 84-ൽ അതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. വൈൽ ദ റിവിഷൻ പ്രോസസ് വാസ് ഗോയിങ് ഓൺ. നമ്മൾ സെക്കൻഡ് ഡ്രാഫ്റ്റിലേക്ക് അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കുറവുകളുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇനി കൂടുതൽ തിരുത്തൽ വേണ്ടത്, ആ രണ്ടാമത്തെ പ്രതി ആകുന്നതിന് മുന്നേ ഹി മെയ്ഡ് എ ട്രിപ്പ് ടു സ്വിറ്റ്സർലൻഡ്. അദ്ദേഹം ഒരു സ്വിറ്റ്സർലൻഡിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. ദർ ഹി വാസ് ഡൗൺ വിത്ത് ന്യൂമോണിയ ആൻഡ് വാസ് ലെഫ്റ്റ് ഓൺ എ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. അപ്പോൾ അവിടെ നിന്നപ്പോൾ അദ്ദേഹത്തിന് എന്ത് പറ്റി? ഓൾറെഡി രോഗമുള്ള ആളായിരുന്നു അല്ലേ. നമുക്കറിയാം ലൈഫ് മുന്നോട്ട് 2 വർഷം ഡോക്ടേഴ്സ് പ്രിഡിക്റ്റ് ചെയ്തിരുന്നു. ആ 2 വർഷമൊക്കെ കഴിഞ്ഞു. എന്നിരുന്നാൽ പോലും ഇദ്ദേഹത്തിൻ്റെ തിയറിയും പ്രോസസ്സും പഠിത്തവും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്നു അദ്ദേഹത്തെ ന്യൂമോണിയ അഫക്റ്റ് ചെയ്തു. ഡോക്ടേഴ്സ് ഗേവ് എ ചോയ്സ് ആസ് ടു വെദർ എ ട്രാക്യോട്ടമി ഓപ്പറേഷൻ വിച്ച് വുഡ് റിമൂവ് ഹിസ് വിൻഡ് പൈപ്പ് ഷുഡ് ബി കണ്ടക്ടഡ് ഓർ നോട്ട്. ഡോക്ടേഴ്സിൻ്റെ മുന്നിൽ ഇവിടെ ഒരു ചോദ്യമേ ഉള്ളൂ. ഇവിടെ ഒരു സർജറി വേണോ വേണ്ടയോ? സർജറി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻ പൈപ്പ്, നമ്മുടെ ഈ ട്രാക്കിയ ആ ഒരു പൈപ്പ്, അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ശബ്ദം വരുന്ന ആ ഒരു വിൻ പൈപ്പ് നമുക്ക് റിമൂവ് ചെയ്യാം. അത് മാത്രമേ ഇതിന് രക്ഷയുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലൈഫ് വേണോ അതോ സംസാരം ഇങ്ങനെയുള്ള ഇത് വേണോ? രണ്ടിലേതെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഇറ്റ് മൈറ്റ് സേവ് ഹിസ് ലൈഫ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഇപ്പം ഈ ട്രാക്കിയ അല്ലെങ്കിൽ ഈ ന്യൂമോണിയയ്ക്ക് അല്ലെങ്കിൽ ഈ വിൻ പൈപ്പ് തന്നെ അങ്ങ് റിമൂവ് ചെയ്യണം. ബട്ട് ആഫ്റ്റർവേർഡ്സ് ഹി വുഡ് നെവർ അഗെയിൻ ബി ഏബിൾ ടു സ്പീക്ക് ഓർ മേക്ക് എനി വോക്കൽ സൗണ്ട്. പക്ഷേ ഈ വിൻ പൈപ്പ് റിമൂവ് ചെയ്താൽ പിന്നീട് അദ്ദേഹം ഇപ്പോൾ കുറച്ചൊക്കെ ഒരു സ്പീച്ച് ഇമ്പഡിമെൻ്റ് അല്ലെ ചെറിയ സൗണ്ടുകളൊക്കെ വരുന്നുണ്ട്. അതറിയാവുന്നവർക്ക് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകുകയും ചെയ്യും. പക്ഷേ ഇതിന് ശേഷം ഒരു സൗണ്ടും വരില്ല. യാതൊരു സൗണ്ടും വായിൽ നിന്നും പുറമേക്ക് വരില്ല. വിത്ത് ഗ്രേവ് മിസ്ഗിവിങ് ജെയിൻ കൺസെൻറ്റഡ്. മിസ്ഗിവിങ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഡൗട്ട് അല്ലേ. ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ അവിടെ 2 ഡൗട്ട്. ഒരു സംശയം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സംശയമാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ജീവൻ വേണോ പിന്നെ എന്ത് വേണോ, ഇങ്ങനെ പിന്നെ സംസാരം വേണോ, ഏത് തീരുമാനം എടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അവർ ജീവന് വില കൊടുത്തു. അപ്പോൾ സർജറി നടത്തിക്കോളാൻ അനുവാദം കൊടുക്കുകയാണ്. ട്രാക്യോട്ടമി സർജറി. The future looked very bleak, Jane remarked. Hawking could no longer breathe through his mouth and nose, but only through a permanent opening made in his throat. After many weeks of intensive care, he went home to join Jane and his 3 children. He was still too weak and ill to continue his research. Volvoltos, a computer expert in California, sent him a program he had developed called the Equalizer, which allowed Hawking to select words from the screen. അപ്പോൾ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ അവസ്ഥ വളരെ ദാരുണമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ട്രാക്യോട്ടമി ഓപ്പറേഷന് ശേഷം അദ്ദേഹത്തിൻ്റെ വിൻ പൈപ്പ് റിമൂവ് ചെയ്തു. വിൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ ശ്വാസനാളം. അപ്പോൾ അത് റിമൂവ് ചെയ്തു. എന്നിട്ടോ അപ്പോൾ ശ്വാസം കഴിക്കാൻ നന്നേ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു പെർമനൻറ്റ് ഓപ്പണിങ് അദ്ദേഹത്തിൻ്റെ ഈ ത്രോട്ടെന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ കൂടെ വേണം അദ്ദേഹത്തിന് ഇനി ശ്വാസോച്ഛ്വാസം ചെയ്യാനായിട്ട്. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ ജെയിനെയും വളരെ ഒരു ആശങ്ക അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയുക, എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷനായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. അതാണ് ദ ഫ്യൂച്ചർ ലുക്ക്ഡ് വെരി ബ്ലീക്ക് എന്ന് പറയുന്നത്. ബ്ലീക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഡാർക്ക്, അല്ലെങ്കിൽ ഭാവി ഒരു ഇരുട്ടിലാണ്ടതുപോലെ ജെയിന് പോലും എന്ന് പറയാൻ കാരണം ജെയിൻ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ്.
അപ്പോൾ എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധികളെല്ലാം ഓവർകം ചെയ്യാൻ ഈ സ്റ്റീഫൻ ഹോക്കിൻസിന് ഒരു താങ്ങായിട്ട് നിന്നിരുന്നത് ജെയിനായിരുന്നു. പക്ഷേ ഇപ്പം അവരും ഒന്ന് പകച്ചു പോവുകയാണ്. കാരണം ഹോക്കിംഗ് കുഡ് നോ ലോങ്ങർ ബ്രീത്ത് ത്രൂ ഹിസ് മൗത്ത് ആൻഡ് നോസ് ബട്ട് ഓൺലി ത്രൂ എ പെർമനൻറ്റ് ഓപ്പണിംഗ് ഇൻ ഹിസ് ത്രോട്ട്, തൊണ്ട പെർമനൻറ്റ് സ്ഥിരമായിട്ടുള്ള ഒരു ഓപ്പണിംഗ്. ആഫ്റ്റർ മെനി വീക്സ് ഓഫ് ഇൻറ്റൻസീവ് കെയർ എന്ന് പറഞ്ഞാൽ തീവ്ര പരിചരണം, വളരെ ശ്രദ്ധയോടുകൂടിയുള്ള പരിചരണം. ഹി വെൻ ഹോം ടു ജോയിൻ ജെയിൻ ആൻഡ് ഹിസ് 3 ചിൽഡ്രൻ. അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. ആഴ്ചകളുടെ വിശ്രമത്തിന് ശേഷം, അല്ലെ ഹോസ്പിറ്റലിലുള്ള വളരെ തീവ്രമായ പരിചരണത്തിന് ശേഷം അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഹി വാസ് സ്റ്റിൽ ടു വീക്ക് ആൻഡ് ഇൽ ടു കണ്ടിന്യൂ ഹിസ് വർക്ക്. 2 വീക്ക്, വളരെ ആരോഗ്യം വളരെ മോശമാണ് അദ്ദേഹത്തിന് ഇനിയൊരു റിസർച്ചിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് പോലും സംശയമാണ്. വാൾട്ടോസ്, എ കമ്പ്യൂട്ടർ എക്സ്പെർട്ട് ഇൻ കാലിഫോർണിയ, സെൻഡ് ഹിം എ പ്രോഗ്രാം ഹി ഹാഡ് ഡെവലപ്ഡ് കോൾഡ് ദ ഈക്വലൈസർ. അങ്ങനെ ഇരിക്കുമ്പം ഒരു സഹായഹസ്തം കൊണ്ട് ഒരു കാലിഫോർണിയയിൽ നിന്ന് അദ്ദേഹം വന്നിരിക്കുന്നു. ആരാണ്? വാൾട്ടോസ്, എ കമ്പ്യൂട്ടർ എക്സ്പേർട്ട്, സെൻഡ് ഹിം, അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയാണ്. ഒരു പ്രോഗ്രാം അദ്ദേഹം സ്വയം ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പ്രോഗ്രാം. അതിൻ്റെ പേരാണ് ദ ഈക്വലൈസർ, വിച്ച് അലൗഡ് ഹോക്കിംഗ് ടു സെലക്ട് വേർഡ്സ് ഫ്രം ദ സ്ക്രീൻ. അപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത അദ്ദേഹം ഒരു സഹായം ചെയ്തു കൊടുത്തു. അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിനകത്ത് സ്ക്രീനിൻ്റെ അത് വേർഡ്സ് തെളിയും. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്താ പറയാൻ പോകുന്ന കാര്യം, അപ്പോൾ നമ്മൾ നേരിട്ട് പറയുന്ന ആ കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു താമസം വരും. എന്നിരുന്നാലും ഏകദേശമൊക്കെ ഒപ്പിക്കാൻ പറ്റും. ഹി തോട്ട് ഹി വുഡ് ബി അണേബിൾ ടു ഫിനിഷ് ഹിസ് ബുക്ക്. With the support of his student, Brian Witt, A Brief History of Time was published in 1988. September 2005, he saw the release of an abridged version of the original book. The version was updated to address the new issues that had arisen due to further scientific developments. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ സങ്കടം എന്ന് പറയുന്നത് അണേബിൾ ടു ഫിനിഷ് ഹിസ് ബുക്ക്. അദ്ദേഹം ആദ്യൊരു ബുക്കിൻ്റെ ഒരു ഇതിലായിരുന്നു. 1980 സ്റ്റാർട്ട് ചെയ്തതാണ്. 84 അതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് അദ്ദേഹം ചെയ്തു. ഇനി അതിൻ്റെ ഒറിജിനൽ വേർഷനില്ലാത്തേക്കുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. അപ്പോൾ അതിനി ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യത്തിലൊക്കെ സംശയമാണ്. സപ്പോർട്ട് ഓഫ് ഹിസ്, അപ്പോഴത്തെ അടുത്ത സപ്പോർട്ട് കൊണ്ടുവന്നിരിക്കുന്നു ബ്രയൻ വിച്ച്, അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സ്റ്റുഡൻറ്റ്. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം വാസ് പബ്ലിഷ്ഡ് ഇൻ 1988. കണ്ടോ, ഇത്രയും എല്ലാം പ്രതിസന്ധികളെ തരണം ചെയ്ത്, അഭിമുഖീകരിച്ച് അതിനെയെല്ലാം തരണം ചെയ്ത് 1988 അദ്ദേഹം എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന ഒരു പുസ്തകം അദ്ദേഹം പ്രകാശനം ചെയ്തു. സെപ്റ്റംബർ 2005 ഹി സോ ദ റിലീസ് ഓഫ് ആൻ എബ്രിഡ്ജ് വേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വേർഷൻ, ഷോർട്ടൺ വേർഷൻ ഓഫ് ദ ഒറിജിനൽ ബുക്ക്. അദ്ദേഹം എന്താണോ പ്രസിദ്ധീകരിക്കണമെന്ന് വിചാരിച്ചതിൻ്റെ ചെറിയൊരു പതിപ്പ് അദ്ദേഹം 2005 റിലീസ് ചെയ്തു. ദിസ് വേർഷൻ വാസ് അപ്ഡേറ്റഡ് ടു അഡ്രസ് ദ ന്യൂ ഇഷ്യൂസ് ദാറ്റ് ഹാഡ് അറൈസൻ ഡ്യൂ ടു ദ ഫർദർ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ അന്ന് വരെയുള്ള സയൻസിൻ്റെ പ്രോഗ്രസ്, അതിൻ്റെയും കൂടെ സംശയ നിവാരണം നടത്തത്തക്ക രീതിയിലാണ് ആ പതിപ്പ് അദ്ദേഹം പുറത്തിറക്കിയിരിക്കുന്നത്. In that book, one will encounter a multitude of paradoxes in the book. In science and with people, things are often not what they seem, and pieces that ought to fit together refuse to do so. You will learn that the beginning may be the ending. Cruel circumstances can lead to happiness, although fame and success may not. Two great scientific theories taken together seem to give us nonsense. Empty spaces are in empty. Black holes are in black. And a man whose appearance inspires shock and pity takes us a laughing stock where the boundaries of time and space ought to be, but are not. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്ക്, അതിൻ്റെ ഒരു ചെറിയൊരു പതിപ്പ് അദ്ദേഹം പുറത്തിറക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത വൺ വിൽ എൻകൗണ്ടർ. അതിനകത്ത് നമ്മൾ നേരിടുന്ന ചില കാര്യങ്ങളെന്നത് മൾട്ടിറ്റ്യൂഡ് ഓഫ് പാരഡോക്സ്. മൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ന്യൂമറസ്, ധാരാളം. പാരഡോക്സസ് എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് ആ ബുക്ക്. കാരണം ഇൻ സയൻസ് ആൻഡ് വിത്ത് പീപ്പിൾ, അത് സയൻസിലും വ്യക്തികളും ശാസ്ത്രവും എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. തിങ്സ് ആർ ഓഫൺ വാട്ട് ദേ ആർ സീൻ, പീസസ് ആർ ദാറ്റ് ഓട്ട് ടു ഫിറ്റ് ടുഗദർ റിഫ്യൂസ് ടു ഡു സോ. പീസസ് ആർ ഫിറ്റ് ടുഗദർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന പല സംഭവങ്ങളും ചേരാതിരിക്കുന്നു. നമ്മൾ ചേരും എന്നാണ് ഈ കാലം അത്രയും പല തത്വങ്ങളിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ അത് ചേരാത്തത്. ഒരു ഉദാഹരണം പറയുന്നത്, നമ്മൾ ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടായിരുന്നു. അപ്പോൾ നോർത്ത് രണ്ടൊരു പീസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചേരുകയില്ല. കാരണം എന്താ, അതിൻ്റെ ഓപ്പോസിറ്റ് പോൾസാണ് അട്രാക്ട് ചെയ്യുന്നത്. ഒരു സാധനം തന്നെ കട്ട് ചെയ്തിട്ട് അത് വീണ്ടും നമ്മൾ യോജിപ്പിക്കാമെന്ന് വെച്ചാൽ അത് ചേരില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. തിങ്സ് ആർ ഓഫൺ നോട്ട് വാട്ട് ദേ സീം.
അവർ നമ്മൾ കാണുന്നത് പോലെയല്ല. പീസസ് ദാറ്റ് ഓട്ട് ടു ഫിറ്റ് ടുഗദർ റെഫ്യൂസ് ചെയ്യുന്നത് നിരസിക്കുകയാണ്. ചേരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് പലതും ചേരുന്നില്ല. യു വിൽ ലേൺ ദാറ്റ് ബിഗിനിങ് മേ ബി ദ എൻഡിങ്. തന്നെയുമല്ല, പലതും ബിഗിൻ ചെയ്യുന്നു നമ്മൾ വിചാരിക്കും, പക്ഷേ അത് എൻഡിങ് ആയിരിക്കും. ക്രൂവൽ സർക്കംസ്റ്റാൻസസ് ക്യാൻ ലീഡ് ടു ഹാപ്പിനെസ്. വളരെ ക്രൂവലായിട്ടുള്ള സിറ്റുവേഷൻ ഒരു പക്ഷേ പിന്നീട് അതൊരു ഹാപ്പിനെസ്സിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓൾദോ ഫെയിം ആൻഡ് സക്സസ് മേ നോട്ട്, ഇഫ് നോ ഫെയിം ആൻഡ് സക്സസ്. ടു ഗ്രേറ്റ് സയൻറ്റിഫിക് തിയറീസ് ടേക്കൻ ടുഗദർ സീം ടു ഗീവ് അസ് നോൺസെൻസ്. രണ്ട് ഗ്രേറ്റ് ആയിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ട് രണ്ട് സയൻറ്റിഫിക് തിയറീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് രണ്ടും നോൺസെൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. എം ടി സ്പേസ് എന്ന് നമ്മൾ പറയുന്നത് എം ടി ആകണമെന്നില്ല. ദെൻ ബ്ലാക്ക് ഹോൾസ് ആർ ഇൻ ബ്ലാക്ക്. ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത് ബ്ലാക്ക് അല്ല. എ മാൻ ഹൂസ് അപ്പിയറൻസ് ഇൻസ്പയർ ഷോക്ക് ആൻഡ് പിറ്റി ടേക്ക് എസ് a laughing stock to where the boundaries of time and space ought to be but are not. എ മാൻ ഹൂസ് അപ്പിയറൻസ്, ഒരു മനുഷ്യൻ്റെ അപ്പിയറൻസ്, അദ്ദേഹത്തെ എങ്ങനെ കാണപ്പെടുന്നു, ഒരു പക്ഷേ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഷോക്ക്, ഒരു ഞെട്ടിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു ദയ അർഹിക്കുന്നതായിരിക്കാം. പക്ഷേ അതൊരു പക്ഷേ കാലത്തിനപ്പുറത്തേക്ക് ചെല്ലുമ്പോഴത്തേനും അത് നമ്മളിൽ ചിരി ഉണർത്തുന്ന അല്ലെങ്കിൽ നമ്മളിലൊരു നർമ്മം ഉണർത്തുന്ന ഒരു സംഭവമായിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രതിയാണ് ഇതിൻ്റെ ഈ ചെറിയ പതിപ്പ്. It is of course a miracle that Hawkins has been able to achieve everything he has, that he is still alive എന്നൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത് വെട്ടിക്കളയുക. ഇപ്പോൾ അദ്ദേഹം ഇല്ല. 14th March 2018 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. 14th March 14, 2018. However, when you experience his intelligence and humor, you begin to take his unusual mode of communication and obviously catastrophic physical problems no more seriously than he seems to himself. That is exactly the way he wants it. He chooses to ignore the difficulty and he expects others to adopt the same attitude. അല്ലേ? 21ാമത്തെ വയസ്സിൽ ഡോക്ടേഴ്സ് വിധി എഴുതി. എന്താണ്? ഇനി അദ്ദേഹത്തിന് 2 വർഷമേ ആയുസുള്ളൂ. പക്ഷേ അതിനുശേഷം അദ്ദേഹം എത്രയോ വർഷങ്ങൾ ജീവിച്ചു. അതിനുശേഷം ഏതെല്ലാം പ്രതിസന്ധികളെ അദ്ദേഹം തരണം ചെയ്തു. അപ്പോൾ ഇവിടെ ഒന്നും അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ഒരു തൃഷ്ണ, ഒരാഗ്രഹം. ഏതായിരുന്നു അത്? ഒരു നല്ലൊരു സയൻറ്റിസ്റ്റ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു സയൻറ്റിസ്റ്റായിട്ട് അറിയപ്പെടുക, അതിനെക്കുറിച്ച്, ശാസ്ത്രത്തെക്കുറിച്ച്, യൂണിവേഴ്സിനെക്കുറിച്ച് പുതിയ പുസ്തകങ്ങൾ തയ്യാറാക്കുക, ഇതുവരെയുള്ള തിയറികളെയെല്ലാം മാറ്റി എഴുതി പുതിയതായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒരു വേർഷൻ അല്ലെങ്കിൽ ഒരു പുതിയ പതിപ്പ് തയ്യാറാക്കുക. വേർഷൻ എന്ന് പറഞ്ഞാൽ പതിപ്പ്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും അദ്ദേഹം പൂർത്തിയാക്കി. നോക്കൂ, ഇറ്റ് ഈസ് എ കോഴ്സ് ഓഫ് മിറക്കിൾ. മിറക്കിൾ എന്ന് നമുക്കറിയാം, അത്ഭുതം അല്ലേ? കാരണം നമ്മൾ ആരും പ്രതീക്ഷിക്കില്ല ഇത്രയും കാലം അദ്ദേഹം വെറുതെ ജീവിച്ച് എവിടെയെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങി കിടക്കുകയായിരുന്നില്ല. പകരം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മറ്റാരേക്കാളും ഭംഗിയായിട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഹോക്കിംഗ് ഹാസ് ബീൻ ഏബിൾ ടു അച്ചീവ് എവറിതിങ് ഹി ഹാസ്. അദ്ദേഹം അച്ചീവ് ചെയ്യാൻ നേടുക. അവരെന്തൊക്കെയാണോ അദ്ദേഹം ആഗ്രഹിച്ചത് അതെല്ലാം നേടി. ഹീ സ്റ്റിൽ എലൈവ്. ഇത് എഴുതുന്ന സമയത്താണ് സ്റ്റിൽ എലൈവ്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ പുസ്തകം അല്ലെങ്കിൽ നമ്മുടെ ഫെർഗൂസൺ ഇത് എഴുതുന്ന സമയത്താണ് ഇവർ ഇത് സ്റ്റിൽ എലൈവ് എന്നുള്ള ആ ഒരു പ്രയോഗം. ഹവർ യു ക്യാൻ എക്സ്പീരിയൻസ് ഹിസ് ഇൻ്റലിജൻസ് ആൻഡ് ഹ്യൂമർ, യു ബിഗിൻ ടു ടേക്ക് ഹിസ് അൺയൂഷ്വൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കണ്ടോ എന്ത് പാടുപെട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ കമ്മ്യൂണിക്കേഷൻ അല്ലേ? ഓരോ കാര്യങ്ങളും അദ്ദേഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് അദ്ദേഹം അനുഭവിച്ചൊരു ബുദ്ധിമുട്ട്. ഹിസ് ഒബ്വിയസ്ലി കാറ്റസ്ട്രോഫിക്. ഒബ്വിയസ് എന്ന് വളരെ ക്ലിയർ ആയിട്ട്, കാറ്റസ്ട്രോഫിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തകർന്നു പോകുന്ന രീതിയിലുള്ള ഫിസിക്കൽ പ്രോബ്ലംസ്. നോ മോർ സീരിയസ്ലി ദാൻ ഹീ സീംസ് ടു ഹിംസെൽഫ്. പക്ഷേ അതൊന്നും ഒരു സീരിയസ് ആയിരുന്നില്ല. കാരണം ഇദ്ദേഹത്തിന് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ അതിലും വലിയ കാര്യങ്ങളായിരുന്നു. ദാറ്റ് ഈസ് എക്സാക്ട്ലി ദ വേ ഹി വാണ്ട്സ് ഇറ്റ്. ഹി ചൂസസ് ടു ഇഗ്നോർ ചെയ്യുന്ന തള്ളിക്കളയുക. ഇഗ്നോർ ദ ഡിഫിക്കൽട്ടി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയിൽ ഒരു പദമില്ല. ഹി എക്സ്പെക്ട് അതേഴ്സ് ടു അഡോപ്റ്റ് ദ സെയിം ആറ്റിറ്റ്യൂഡ്. തന്നെയുമല്ല, ലോകം മുഴുവനും അദ്ദേഹത്തിൻ്റെ ഈ മാനസികാവസ്ഥ അഡോപ്റ്റ് എടുക്കട്ടെ. ആ രീതിയിലേക്ക് അവരും അവരുടെ ജീവിതം അവർ ലക്ഷ്യത്തിലെത്തിച്ചേരട്ടെ എന്ന് അദ്ദേഹം ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. സ്റ്റീഫൻ ഹോക്കിൻസ് ഹാസ് ഓവർകം ഹിസ് ക്രിപ്ലിംഗ് ഡിസീസ് ടു ബിക്കം ദ സൂപ്പർ നോവ ഓഫ് വേൾഡ് ഫിസിക്സ്. അപ്പോൾ ഫിസിക്സിൻ്റെ ലോകത്തെ, ഭൗതിക ശാസ്ത്രത്തിൻ്റെ ലോകത്തെ സൂപ്പർ നോവ എന്ന് ശരിക്കും ഉള്ള ആ വിശേഷണം അദ്ദേഹം അർഹതപ്പെട്ടതാണ്. കാരണം 21ാമത്തെ വയസ്സ് തൊട്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളെ അദ്ദേഹം
അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെയെല്ലാം അദ്ദേഹം തരണം ചെയ്ത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ വളരെ ഇൻസ്പയറിംഗ് ആണ്. നമ്മൾ നന്നായിട്ട് ഇതിനകത്ത് നമുക്ക് കിട്ടാനുള്ള 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 ഷുവർ ക്വസ്റ്റ്യനാണ്. ഒന്നൊരു പ്രൊഫൈല്, പിന്നെ ഒന്ന് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ജെയിൻ വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ പേരൻസ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നവരായിരുന്നു. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിനകത്തും ബേർഡ്സിൻ്റെ പേരൻസിന് അവരെന്താണ് ചെയ്തിരുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും ആ പേരൻസിനെ ഈ പേരൻസിനെ കൂടെ ഒന്ന് കമ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ചോദ്യവും നമുക്കിതിനകത്ത് പ്രതീക്ഷിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസനാണിത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.